BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തന്നെ നിശബ്ദയാക്കാൻ വേണ്ടി കേരളത്തിൽ ഉടനീളം പിണറായി വിജയൻ തനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. സ്വപ്നയ്ക്കെതിരെയുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് കോടതിയിൽ നിന്ന് നേരിട്ടെത്തി ജാമ്യം നേടാൻ വന്നതായിരുന്നു അവർ. തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആയിരുന്നു സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയ തന്നെ നിശബ്ദയാക്കാനോ അല്ലെങ്കിൽ ലോകത്ത് നിന്ന് ഒഴിവാക്കാനോ തന്നെയുള്ള ശ്രമങ്ങൾ ആയിരുന്നു പിണറായി വിജയൻ നടത്തിയത് എന്ന് പറഞ്ഞത്. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കേസെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാറി നിന്നത് കേസുകളിൽ സെറ്റിൽമെന്റ് ഉണ്ടായതുകൊണ്ടല്ല, പേടികൊണ്ടാണ്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായതുകൊണ്ടാണ് തിരിച്ചെത്തിയത്. ഇനി ഇവിടെ തനിക്ക് ജീവിക്കാൻ കഴിയുമെന്നും നീതി ലഭിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. അടുത്ത ദിവസം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കും. തനിക്കെതിരെ രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള കേസുകളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കും. ഇനിയും ആക്രമിക്കപ്പെടുമെന്ന് ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും രക്ഷയില്ലാത്ത സംസ്ഥാനമാണ് കേരളം. പേടിയുണ്ടെന്ന് അവർ പറഞ്ഞു. മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ സാമ്പത്തിക ഇടപാടുകളിൽ ഭാഗമായതുകൊണ്ടാണ് തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നും കേസുകളെന്നും അവർ പറഞ്ഞു. തന്നെ നിശബ്ദയാക്കുകയാണ് ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സ്വപ്ന സുരേഷ് നിശിതമായി വിമർശിച്ചു. മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട സ്വർണം കടത്ത് വിവാദത്തിൽ മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായ കേസിലൂടെ കേരളം ചർച്ച ചെയ്ത വ്യക്തിയായിരുന്നു സ്വപ്ന സുരേഷ്. അന്ന് വിവാദങ്ങൾക്ക് ശേഷം ഇവർ ഒരു ഓഡിയോ പുറത്തുവിട്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ ഓഡിയോയിലൂടെ തെളിവ് നശിപ്പിക്കൽ, വഞ്ചന, കലാപശ്രമം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന പേരിലാണ് പാലക്കാട്ടെ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ജാമ്യം തേടിയായിരുന്നു അവർ പാലക്കാട് എത്തിയത്. എക്സ്-ചീഫ് മിനിസ്റ്റർ ഒരു രീതിയിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐ വാസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി ഫിനാൻഷ്യൽ നെഗോസിയേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ഒരു പ്രൂഫും എവിഡൻസും എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് സത്യം തുറന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരെന്നെ എല്ലാ രീതിയിലും ഒന്നീ ഈ വേൾഡിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എനിക്കെതിരെ കേസുകളെടുത്ത് ഫേക്ക് കേസുകൾ ചാർജ് ചെയ്ത് എന്നെ ജയിലിലാക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നമ്മൾ ആരും ഒന്നും തുറന്നു പറയാൻ പാടില്ല. മിസ്റ്റർ പിണറായി വിജയനെതിരെ ആര് സംസാരിച്ചാലും അവർക്ക് ദേ ഹാവ് ടു ഫേസ് ദ വേർസ്റ്റ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് ഒരു അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. എത്ര അധികം ഫേക്ക് കേസാണ് മിസ്റ്റർ പിണറായി വിജയൻ എനിക്കെതിരെ എടുത്തിരിക്കുന്നതെന്ന് അറിയാവും. ഒരു കള്ള കേസിന്റെ പേരിലാണ് ഞാനിപ്പോൾ ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ ന്യൂമറസ് കേസസ് ഹാവ് ബീൻ ചാർജ്ഡ് അഗൈൻസ്റ്റ് മീ based on no grounds. They confiscated my phone, they took away all the proof and then they booked a forgery case against me. ഇങ്ങനെയാണെങ്കിൽ ഒരു കോമൺ പേഴ്സൺ അല്ലെങ്കിൽ ഒരു കോമൺ ഹ്യൂമൻ ബീങ് ഈ കേരളത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യും? സത്യം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ കോർണർ ടു കോർണർ, കോർട്ട് ടു കോർട്ട്, പോലീസ് സ്റ്റേഷൻ ടു പോലീസ് സ്റ്റേഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിന് ഇവിടെ വിലയില്ലേ? ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ആസ്ക്. ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിയത്. 100% അത് തന്നെയാണ്. ബിക്കോസ് ഇനിയിപ്പോൾ പോസിബിലിറ്റീസ് ഉണ്ട്, ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ സേഫ് ആണെന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ED ഉദ്യോഗസ്ഥർക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആണിത്. അപ്പം ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദാറ്റ് റിസ്ക് ബിക്കോസ് ഐ നീഡ് ടു കം ബാക്ക്. എൻ്റെ മകനെയും കൊണ്ട് ഞാൻ തിരിച്ചു വന്നു, തിങ്കിങ് ദാറ്റ് ഈ പുതിയ ഗവർണൻസ് എന്തെങ്കിലും ഒരു ജീവിക്കാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടാക്കി തരുമെന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു? ഇല്ല, വി ആർ പ്ലാനിങ് ഓൺ തിങ്കിങ് ബിക്കോസ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി എനിക്കെതിരെ കുറേ കേസ് എടുത്തിട്ടുണ്ട്. നോട്ട് ദി എക്കണോമിക് ഒഫൻസസ്, അത് കൂടാതെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് കേസ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഐ വോണ്ട് ടു ഗോ ആൻഡ് മീറ്റ് ദി ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ദി ചീഫ് മിനിസ്റ്റർ. ഈ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന കേസസ് നിന്നും എനിക്കൊരു മോചനം തരുമോ ഇല്ലേന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ആർ പ്ലാനിങ് ടു ഗോ ആൻഡ് മീറ്റ് ദി മിനിസ്റ്റേഴ്സ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.